أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي بعث بالأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين സൂറ ജുമുഅ രണ്ടാമത്തെ ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കുന്നതിലും ഖുർആൻ പഠിക്കേണ്ടതിലും അതുപോലെ പഠിപ്പിക്കേണ്ടതിലുമായ കൃത്യമായ ഒരു നിർദ്ദേശം നമുക്ക് നൽകുകയാണ്. നോക്കൂ നിങ്ങൾ, എന്തിനാണ് നാം ഖുർആൻ പഠിക്കേണ്ടത്, എന്താണത്, എന്തിനാണ് നാം അത് ഖുർആൻ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, അത് നമുക്ക് കടമയാകുന്നത് എങ്ങനെ? നോക്കൂ നിങ്ങൾ, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും, അല്ലാഹുവാണ്, അവനാണ് ഉമ്മിയായ അക്ഷരജ്ഞാനമില്ലാത്ത ഒരു റസൂലിനെ നിങ്ങൾക്ക് നിയമിച്ചു തന്നത്. അല്ലാഹുവാകുന്നു മിൻഹും, നിങ്ങളിൽ നിന്നു തന്നെ, യത്ലു അലൈഹിം, നിങ്ങളുടെ മേൽ ആ പ്രവാചകൻ ഓതുന്നു, ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, വചനങ്ങൾ, വയുസക്കീഹിം, നിങ്ങളെ സംസ്കരിക്കുന്നു അല്ലെങ്കിൽ ശുദ്ധീകരിക്കുന്നു, വയുഅല്ലിമുഹുൽ കിതാബ, ആ വേദഗ്രന്ഥം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. നോക്കൂ നിങ്ങൾ, അല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ആ മക്കയിലും മദീനയിലും ജീവിച്ചിരുന്ന അന്നത്തെ ജനങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നാൽ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഖുർആൻ പഠിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് സാധാരണക്കാർ ഖുർആൻ പഠിപ്പിക്കുന്നത്? നാം പുരോഹിതന്മാർ പറയുന്നത് കേട്ടനുസരിച്ചാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് അവരറിയാതെ അവരിലേക്ക് പലതരം തരീഖത്ത്, ശിയാ സിദ്ധാന്തങ്ങൾ കുത്തിവെക്കുകയാണ്. കാരണം ഖുർആന്റെ യഥാർത്ഥ പഠനങ്ങൾ അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരിലേക്ക് വഴിവഴിവുകൾ കയറ്റിക്കൂട്ടാൻ, കയറ്റി ചേർത്ത് കൊടുക്കാൻ വളരെ എളുപ്പമാണല്ലോ. അതിനാണ് ഇതിന് തടയിടുന്നത്. പക്ഷെ ഖുർആൻ പറയുന്നത് നേരെ മറിച്ചാണ്. വയുസക്കീഹിം, ആ അറിവില്ലാത്ത ജനങ്ങളെ നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് ശുദ്ധീകരിക്കുന്നു. വയുഅല്ലിമുഹുൽ കിതാബ്, അവർക്ക് വേദഗ്രന്ഥമാകുന്ന ഖുർആൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. വൽ ഹിക്മ, മതവിജ്ഞാനവും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താകുന്ന ചര്യം പഠിപ്പിച്ചു കൊടുക്കുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, ഇതിനു മുമ്പ് നിങ്ങൾ വ്യക്തമായ വഴിവഴിവിൽ തന്നെയായിരുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. എന്നാൽ നേരെ തിരിച്ചു നോക്കൂ, ഖുർആൻ തൗറാത്ത് പഠിക്കാത്തവരെ കുറിച്ച് അതേ സൂറത്തിൽ തന്നെ അല്ലാഹു പറയുന്നു, മസലുല്ലദീന ഹുമിലുത് തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയാണ് അവർ. കാരണം ഒരുപാട് വിജ്ഞാനങ്ങൾ കഴുത ചുമന്നു പോകുന്നു, പക്ഷെ അതിനെപ്പറ്റി യാതൊരു ബോധവുമില്ല. നോക്കൂ, അങ്ങേയറ്റം ഖേദകരമായ അവസ്ഥയാണിത്. അൽഹംദുലില്ലാഹി.